എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ഇനിയിപ്പോ എങ്ങോട്ട് പോകണം? അത് തന്നെ, വേറെ എവിടെ പോവാനാ? എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ കൈമലർത്താനല്ലാതെ നമ്മളിൽ പലർക്കും മറുപടി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാ കടന്നു പോകുന്നത്. എല്ലാവരുടെ മുഖത്ത് നോക്കുമ്പോഴും വല്ലാത്ത ഭയം, പേടിയാ എല്ലാവരുടെ മുഖത്തും. ഏകദേശമുള്ള മുസ്ലിമീങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ഭയം കാണും. എല്ലാവരും ചിന്തിക്കുന്നത്, ഉസ്താദ് ഇനിയിപ്പോ എങ്ങോട്ട് പോകും? NRC ഒക്കെ വരുവല്ലേ, പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കി കഴിഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ, കേരളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വെടിവെപ്പും അടിയും ലാത്തി ചാർജും എന്തൊക്കെ നടക്കുന്നു ഉസ്താദെ. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യ? അതാ നമ്മുടെ ചിന്ത. എല്ലാവരുടെ പലർക്കും പടച്ചവനെ വീട് പണിയൊക്കെ നിർത്തി, ബിൽഡിംഗ് പണികളൊക്കെ നിർത്തി. ഇനി എന്താ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ, എല്ലാ ഗവൺമെന്റിന് കൊടുക്കണമല്ലോ. ഈ ഒരു പേടി പലരുടെയും മുഖത്ത് കാണാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് തന്നെയാ അവരും ആഗ്രഹിച്ചത്. അത്രേ ഉള്ളൂ. അവർക്ക് ഇത്രയൊക്കെ തന്നെ, ഇതൊന്നും നടപ്പിലാക്കാനല്ല. അവരും ആഗ്രഹിച്ചത് നമ്മളെ ഒന്ന് പേടിപ്പിക്കണം, മുസ്ലിം ഉമ്മത്തിനെ ഒന്ന് ഭയപ്പെടുത്തണം. അതാണ് അവരുടെ ഒരു നിയത്ത്, അവരുടെ ആഗ്രഹം അതാണ്. പക്ഷേ മുസ്ലിമീങ്ങൾ പേടിക്കാൻ പാടില്ല. അവിടെയാണ് വിഷയം. നമ്മൾ ഭയപ്പെടുമ്പോഴാണ് നമുക്ക് കിട്ടേണ്ട സഹായം നഷ്ടപ്പെട്ടു പോകുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം നമുക്ക് നഷ്ടപ്പെടുത്തി കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും വലിയ ആയുധം നമ്മുടെ കയ്യിൽ വെച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ആറ്റം ബോംബിനെക്കാൾ പവറുള്ള ഒരു ആയുധം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ തോക്കുന്നത് എന്തിനാ? എവനെങ്കിലും പറയുമ്പോ ഇറങ്ങിപ്പോകാനുള്ളതല്ലല്ലോ നമ്മളൊക്കെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ഭയമാണ് ആദ്യം മാറ്റേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുന്നേറ്റ് എന്താ താത്താമാരെ, ഇനി നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആരെങ്കിലും വരണേ? എഴുന്നേക്ക്. എഴുന്നേറ്റാ? താത്താമാർക്ക് ഇപ്പോഴേ പേടി. 30 ലക്ഷം രൂപയാ കടവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് വരില്ലേ? 30 ലക്ഷം രൂപയാണ്. 1.25 കോടി രൂപ. 1.25 കോടി, 1 കോടി 30 ലക്ഷം രൂപ ചെലവഴിച്ച് ബിൽഡിംഗ് വെച്ചു. 1 കോടി രൂപ കഴിഞ്ഞ് ഇനി 30 ലക്ഷം. 1 കോടി തരാൻ അള്ളാഹിക്ക് അറിയാമെങ്കിൽ 30 ലക്ഷം തരാൻ അള്ളാഹിക്ക് അറിയാം. ആനയെ മേടിക്കാം, തോട്ടി മേടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. അൽഹംദുലില്ലാ 10 ലക്ഷം രൂപ കുവൈറ്റ് കമ്മിറ്റി, ഖത്തർ കമ്മിറ്റിയത്, UAE കമ്മിറ്റി, അൽഹംദുലില്ലാ തന്റെ കുടുംബത്തെ പോറ്റാൻ കടന്ന് കഷ്ടപ്പെടുന്നതിന്റെ ഇടയിൽ അൽഹംദുലില്ലാ 10 ലക്ഷം രൂപയുടെ ചെക്കാണ് ഇന്ന് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ജാരിയായ സദഖയെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, ആരൊക്കെയാണോ സഹായം കൊടുക്കാൻ മനസ്സ് കാണിച്ചത് അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, അവര് മരിക്കുന്ന സമയത്ത് അവർക്ക് ഇതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും അവസാനം വരെ ഇരിക്കല്ലേ? നിങ്ങളെല്ലാരും എഴുന്നേറ്റ് നിൽക്കിരിക്കാൻ ഞാൻ പറഞ്ഞില്ല. അവസാനം വരെ ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാരും ഈ അംഗനവാടിയിലെ ടീച്ചർമാരെങ്ങാനും വീട്ടിൽ വന്നാ പേടിയാ. സത്യം. ഇവിടെ എന്താ പറയാ? അങ്ങനെയല്ലേ പറയാ? എടുത്തൊരു എന്റെ പൊന്നാര ഉസ്താദ്, നിങ്ങൾ വയലില് ഒന്ന് പറയണം, പെണ്ണുങ്ങളൊക്കെ അടിക്കാൻ വരിക. ദപ്പാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ടൊരു കാര്യം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യ മഹാരാജ്യത്തെ കേവലം 2 വ്യക്തികൾ നമ്മളെ ഭയപ്പെടുത്താം. 2 ചങ്ങാതിമാര് നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുമ്പോ നമ്മൾ ഭയന്നു പോകരുത് സഹോദരി. നീ ആലോചിച്ച് നോക്കിയേ, ഇവന്റെയൊക്കെ വാപ്പാടെ വാപ്പായെക്കാളും വലിയൊരുത്തൻ ജീവിച്ചിരുന്നു, ഫിർഔൻ. ആ പേര് തന്നെ ഒരു വെറൈറ്റി എന്ന് ആലോചിക്കുക. ഈജിപ്തിന്റെ മ്യൂസിയത്തിന്റെ അകത്ത് ഇങ്ങനെ മലന്ന് കിടക്കുന്നുണ്ടവൻ, എല്ലാം തോലുവായിട്ട്. കാണണം സഹോദര, പോയിട്ട്. കൊല്ലങ്ങളോളം കടലിന്റെ അകത്ത് കിടന്നിട്ട്, കടൽ വെള്ളത്തിന്റെ അകത്ത് കിടന്നിട്ട് നശിക്കാതെ അള്ളാഹു ഇന്നും എടുത്തിട്ട് ഈജിപ്തിന്റെ മ്യൂസിയത്തിന്റെ അകത്ത് അവനെ മലർത്തി കടത്തിയിരിക്കുന്നത് നമുക്കൊക്കെ പഠിക്കാൻ, ഇവന്മാർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അവന്റെ ചരിത്രമൊന്നും ഖുർആനും ഹദീസുകളും വെറുതെ അല്ല പറഞ്ഞു തന്നത്. അവനെതിരെ പ്രവർത്തിക്കുമെന്ന് കരുതിയപ്പോൾ, അവനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ആൺകുട്ടി ജനിക്കുമെന്ന് കേട്ടപ്പോൾ
ബനു ഇസ്രായേൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞവൻ. എവിടെ ആൺകുട്ടി ജനിച്ചാലും പോയിട്ട് കൊന്നുകളയും. പക്ഷേ അള്ളാഹു അവനെതിരെയുള്ള പ്രവാചകനെ വളർത്തിയത് അവന്റെ മടിയിൽ കിടത്തിയാണെന്ന് നിങ്ങൾ മറന്നുപോകരുത്. അവനെതിരെ പ്രവർത്തിക്കേണ്ട മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് വളർത്തിയത് എവിടാ? ഈ ഫിർഔനിന്റെ മടിയിലിട്ട അവന്റെ താടി പിടിച്ച് അവനെ കൊണ്ട് തന്നെ ഭക്ഷണം കൊടുപ്പിച്ച അള്ളാഹ്. ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് അവന്റെ ചെലവിന്റെ അകത്ത് മൂസാ നബി ജനിച്ചതും ജീവിച്ചതും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹിക്ക് എന്തും പറ്റൂന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട് നിന്റെ സർവ്വകാര്യം, എന്റെ കാര്യം, നിങ്ങളുടെ കാര്യം. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള സർവ്വകാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കളുടെ വയറ്റിൽ കിടന്നപ്പോൾ പത്തനാപുരത്ത് കിടക്കുന്ന ഞാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ബാക്കവി ഉസ്താദിന്റെ വീട്ടിലായിരുന്നു എനിക്ക് ഭക്ഷണം, നല്ല ബിരിയാണിയും കുറച്ച് വെള്ളച്ചോറും. അത് അള്ളാഹു എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ എഴുതി വെച്ചത്. അത് തിന്നാനാ ഞാൻ ഈ വെള്ളിയാഴ്ചയായിട്ടും എന്റെ ഉമ്മ ഇന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാം. ഈ തങ്ങളോടുള്ള മഹബത്ത് കാരണം സാധാരണ ഞാൻ വെള്ളിയാഴ്ച വഴുതിന് പോകാറില്ല. പ്രത്യേകിച്ച് എന്റെ ഉമ്മ ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കിടക്കും. ഇന്ന് ഓപ്പറേഷൻ ആയിരുന്നു. ഈ തങ്ങളോടുള്ള നിർബന്ധവും തങ്ങളോടുള്ള ഒരു മഹബത്തും അള്ളാഹു പടച്ചവൻ അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു എനിക്ക് ഇവിടെ നിശ്ചയിച്ചിരിക്കുന്ന റിസ്ക് കഴിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നേ. സിറാജ് ഇന്ന് 32 വയസ്സ്, 33 വയസ്സായി. ഞാൻ എത്ര വയസ്സുവരെ ജീവിക്കും? എവിടെ കിടന്നും മരിക്കും? എങ്ങനെ മരിക്കും? ഇതെല്ലാം എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹ് എഴുതി വെച്ചിരിക്കുന്നതാ. ഇത് തട്ടിക്കളയാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റൂല. ഈ ലോകത്ത് ഒരാളെ കൊണ്ടും അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ഞാൻ അനുഭവിക്കേണ്ടത് ഞാൻ അനുഭവിക്കണം, നിങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അത് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് കാര്യമാണ്. അതുകൊണ്ട് എന്റെ താത്തായോട് പറയാ, ഉമ്മായോട് പറയാ, ഉമ്മ ജനിച്ചപ്പോഴേ അള്ളാഹ് നിന്റെ ചെവിയിൽ, നിന്റെ ഉമ്മ, നിന്റെ ഉപ്പ, നിന്റെ കുടുംബക്കാര് ഒരു ചെവിയിൽ ബാങ്കും കൊടുത്തു, മറ്റേ ചെവിയിൽ ഇഖാമത്തും കൊടുത്തു. എന്തിന്? നീ ഭയക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും രണ്ടവന്മാരല്ലെങ്കിൽ കുറച്ചവന്മാര് കിടന്ന് എന്തെങ്കിലും പറയുമ്പോ പേടിക്കുന്ന മാതാപിതാക്കളോട്, മുസ്ലിമീങ്ങളോട് ഞാൻ ചോദിക്കാ, എടാ നീ ജനിച്ചപ്പോ നിന്റെ ഒരു ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഒരു ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. എന്തിന്? എടാ സിറാജ്, നീ മരിച്ച ഇത് വിളിക്കാൻ സമയമില്ലടാ. എന്ത് സിറാജ്, നീ മരിച്ചു കഴിഞ്ഞ ബാങ്ക് വിളിക്കാനും സമയമില്ല, ഇഖാമത്ത് കൊടുക്കാനും സമയമില്ല, നിന്നെ പൊതിഞ്ഞുകൊണ്ട് കുഴിച്ചിടാനുള്ളതാടാ എന്നും മനസ്സിലാക്കാൻ വേണ്ടിയാ ചങ്ങാതി ജനിച്ചപ്പോഴേ ബാങ്ക് ഇഖാമത്തും കൊടുത്തു വെച്ചിരിക്കണേ. നിങ്ങൾ എന്തിനാ പേടിക്കണേ? നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മൾ ഭയപ്പെടുന്നത് അള്ളാനെ ഭയപ്പെടും. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അള്ളാഹുവിനെ ഭയപ്പെടും, പടച്ച റബ്ബിനെ ഭയപ്പെടും. 1, 2, ഏറ്റവും വലിയ ആയുധം 2 കൈ ഉയർത്തിയിട്ടൊന്ന് ദുആ ചെയ്യും. അതാ, ആറ്റം ബോംബൊന്നുമല്ല. ഇവനൊക്കെ കണ്ടം വഴി ഓടുന്നത് കാണാം. ഒന്ന് ദുആ ചെയ്ത് നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ജലപ്രളയമുണ്ടായി, എല്ലാവരും വെള്ളത്തിന്റെ അകത്ത് മുങ്ങുമ്പോ ഒരൊറ്റ വെള്ളിയാഴ്ച മനസ്സറിഞ്ഞിട്ട് വിളിച്ചപ്പോ പെയ്തിരുന്ന മഴ അള്ളാഹു നിർത്തി തന്നില്ലേ? എന്റെ മറന്നുപോയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞങ്ങൾക്കൊന്നും വെള്ളപ്പൊക്കവും കുഴിയൊന്നും അറിയില്ല, പക്ഷെ നിങ്ങൾ അനുഭവിച്ചവരല്ലേ. നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങളുടെ ദുആ കൊണ്ടല്ലേ ഇതെല്ലാം മാറ്റിക്കളഞ്ഞത്. ആ ദുആ എന്തേ സഹോദരി ഇപ്പം മറന്നുപോയത്? ഉമ്മ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് നിറ കണ്ണുകളോട്, അല്ലാ നീയാ ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളണേ, ഒന്ന് പറഞ്ഞു നോക്കുമ്മ. ഇവന്റെയൊക്കെ അവസ്ഥ എന്താ നമുക്ക് കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആര് കൈവിട്ടാലും ആര് കൈവിടൂല, അള്ളാഹു കൈവിടൂല. ആ പേടി ഉണ്ടാകണം. അള്ളാനെ ഭയന്ന അള്ളാഹു സഹായിക്കും. ഈ 2 ചങ്ങാതിമാരെ ഭയന്ന അള്ളാഹ് കൈവിടും. എന്തു വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അള്ളാഹു പറഞ്ഞു ഓസിന് സ്വർഗം തരൂല. അള്ളാഹ് പറഞ്ഞു ഒരാൾക്കും ഓസിന് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. സ്വർഗം വേണമെങ്കിൽ ത്യാഗം സഹിക്കണം, കഷ്ടപ്പാടുണ്ട്, പരിശ്രമമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്ക അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എന്താ അരക്കയ്യന്മാരെ ഒന്നും അവിടെ എടുക്കത്തില്ല കേട്ടാ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. താത്ത വേണമെങ്കിൽ ഒന്ന് കൈപൊക്കിക്കോ, സ്വർഗത്തിൽ പോണ്ടവരൊക്കെ. ഇൻഷാ അല്ലാഹ്. ഒരുപാട് താത്താമാരുടെ കയ്യിൽ വളയും മോതിരവും തിളങ്ങുന്നുണ്ട്.
എല്ലാം ഇന്ന് ഇവിടെ ഊരി വെച്ചിട്ട് പൊക്കോളി, സ്വർഗത്തിലോ എവിടെ വേണമെങ്കിലും. കാരണം ഇനി പോയിട്ട് വേറെ കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം ഗവൺമെന്റ് കൊണ്ടുപോകാൻ പോവല്ലേ. അപ്പൊ പിന്നെ അൽഹംദുലില്ലാഹ് ഈ ബിൽഡിംഗ് ഇതാണ് യഥാർത്ഥ ബാങ്ക്. ഇവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭമുണ്ട്, കച്ചവടം ചെയ്താൽ കട കൊണ്ടുപോയി, വീട് കെട്ടിയ വീട് കൊണ്ടുപോയി, ജാഗ വാങ്ങിയ ജാഗ കൊണ്ടുപോയി. പ്രമാണം 1950 തെരഞ്ഞെടുക്കല്ല, 1950 തെരഞ്ഞെടുക്കാതെ ഇതുപോലെയുള്ള നല്ല കാര്യത്തിന് വല്ലതും കൊടുത്ത പള്ളിപ്പറമ്പിൽ പോയി കിടന്ന് പൊളിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇരിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്ത് പിരിവൊന്നും ഇല്ലല്ലോ അപ്പ അല്ലേ? ഞാൻ നിങ്ങളാരെയും പിഴിയാനൊന്നുമില്ല, ഏകദേശം പിഴിഞ്ഞു വെച്ചിരിക്കുക. ഇനി ഞാൻ എന്തെങ്കിലും ചോദിച്ചാ, ഈ അണ്ണാച്ചിമാര് പാല് കറക്കാൻ വരുമ്പോ, പശുവിന് പാല് കറക്കാൻ വരും, അങ്ങനെ പാല് കറന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നറിയോ, ഈ കുട്ടിയെ ഒന്ന് അടുത്തേക്ക് വിടും, പശുവിന്റെ കുഞ്ഞിനെ ഒന്ന് അടുത്തേക്ക് വിടും. ഈ കുഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോ ആ പശു വിചാരിക്കും മോൻ വന്നല്ലോ, എവിടെയെങ്കിലും പിടിച്ചു വെച്ചിരിക്കണ ആ പാല് മൊത്തവും ഇറക്കി അങ്ങോട്ട് താഴോട്ട് കൊടുക്കും. ഉടനെ അണ്ണാച്ചി അതും കൂടെ പിഴിഞ്ഞങ്ങെടുക്കും. അതുപോലെ ഏകദേശം പിഴിഞ്ഞു വെച്ചിരിക്ക. ഇനി ഒന്നുകൂടെ പിഴിയാ ഞാനില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അൽഹംദുലില്ലാഹ് ഈ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്ക്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മളെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ഇരിക്കണവരെല്ലാരും ഇങ്ങോട്ട് നീങ്ങിക്കുക, കസേര ഇങ്ങനെ നീക്കിയിട്ട്. ഇതപ്പോ പൂച്ചയാണ് കിടക്കണേ, പുലിയല്ലല്ലോ. ഇങ്ങോട്ട് കയറാനല്ല, ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടോ അടുത്തിരിക്കുക. ആ പൂച്ചയുടെ മേത്തങ്ങ് തൊട്ടേക്കല്ലേ അപ്പൊ. അത് വഴുത വെക്കാൻ വന്നത്, നമ്മുടെ വഴുത വെക്കാൻ വന്ന ജീവിയാ. നിങ്ങളതിനെ ബുദ്ധിമുട്ടിക്കരുത്. എല്ലാരും അടുത്തിരിക്കുക. ഇനിയിപ്പോ അടുത്തേ പറ്റത്തുള്ളൂ, വേറെ വഴിയൊന്നും ഇല്ല. അടുത്തോ നിങ്ങൾ ഇങ്ങോട്ട് എടുത്തേ മക്കളെ, ആ കസേര ഇങ്ങോട്ട് നീക്കിയിട്ട്. എല്ലാരും താത്താമാരൊക്കെ താഴെ ഇറങ്ങിയിരിക്കാൻ പറ്റുമെങ്കിൽ സഹോദരിമാര് ഉള്ള സ്ഥലത്തേക്ക് കയറിയിരിക്കുക. ഫ്രണ്ടിലൊക്കെ സീറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ ഒരു മോഹമാ സ്വർഗത്തിൽ പോകണം. അവിടെ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നമസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ച് നടക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്നാ. എന്നാൽ വെള്ളിയാഴ്ച ദിവസം പോലും പള്ളിയിൽ കയറാതെ പട്ടച്ചാരായ അടിച്ചു കിടക്കണ കാക്കായി ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്ന്. എല്ലാത്തിനും സ്വർഗമാ വേണ്ടത്. അത് അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവനാണെങ്കിലും അഹങ്കരിച്ച് ജീവിക്കുന്നവനാണെങ്കിലും എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോകണമെന്ന് വല്ലാത്ത മോഹമാ. എന്നാൽ സ്വർഗത്തെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് എന്തറിയാം? എന്താ സ്വർഗം? എന്താ ഇന്നൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകാൻ എല്ലാവർക്കും വല്ലാത്ത ആഗ്രഹമാണ്. എന്താ സ്വർഗം? എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവൂല എന്നാ പറഞ്ഞേ. നിങ്ങൾ എത്ര ആലോചിച്ചാലും അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം സ്വർഗം നിങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. അത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, സ്വർഗം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഒരു മരം നിൽക്കുന്നു, നല്ല ഒരു തേക്ക് മരം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു മരം, ഒരു തണൽ വൃക്ഷമുണ്ട് സ്വർഗത്തിൽ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഈ തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെ, ഇതുപോലൊരു മരം, ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ, ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം, ഒരു നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിര, ആ കുതിരയുടെ മുകളിൽ സ്വർഗത്തിലെ ഒരു ചെറിയ മരത്തിന്റെ ചുവട്ടിലൂടെ എത്ര കൊല്ലം സഞ്ചരിച്ചു? 100 സന, 100 കൊല്ലം.
100 വർഷം ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിച്ചു 100 കൊല്ലം. ലാ യഖ്തഉഹ, അവൻ ആ മരം വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 100 വർഷം ഒരു മനുഷ്യൻ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ സഞ്ചരിച്ചിട്ട്, അതും ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ സഞ്ചരിച്ചിട്ട് ഒരു മരം വിട്ടുകിടക്കാൻ പറ്റില്ല എങ്കിൽ ആ മരത്തിന്റെ വലിപ്പം എന്താവെന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മരത്തിന്റെ വലിപ്പം ഇതാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ കണ്ടിരിക്കണ ഏറ്റവും വലിയ മരം നിലമ്പൂര് പോയിട്ട് ഏറ്റവും വലിയ തേക്കേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, 100 കൊല്ലം സഞ്ചരിച്ചിട്ട് ഒരു മരം വിട്ടുകിടക്കുന്നില്ല. അത്രയ്ക്കും വലുതാണ് ഒരു മരമെങ്കിൽ സ്വർഗത്തിന്റെ വലിപ്പം എന്തായിരിക്കും? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ടാ അള്ളാഹ് പറഞ്ഞത് കൂടുതൽ ചിന്തിച്ചാൽ തിരിയൂല, നിങ്ങൾക്ക് മനസ്സിലാവൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ആഗ്രഹം അവിടെ പോകാൻ. ആ സ്വർഗം കണ്ടവരുണ്ട്, ആ സ്വർഗത്തിൽ ജീവിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ജീവിക്കുന്ന 2 പ്രവാചകന്മാരാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, 2 മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ 2 പ്രവാചകന്മാരും സ്വർഗത്തിൽ താമസിക്കുന്നുണ്ട്. ഇവരെങ്ങനെ സ്വർഗത്തിൽ പോയേ? ഈസാ നബി അലൈഹിസ്സലാം എങ്ങനെയാണ് സ്വർഗത്തിൽ പോയത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. തന്റെ അനുയായികൾ കുരിശിൽ തറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ ആകാശത്തേക്ക് ഉയർത്തി. ഇനി കുറച്ചു കഴിയുമ്പോൾ അവസാന കാലഘട്ടമാകുമ്പോൾ ആ പ്രവാചകൻ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും, ഇവിടെ വെച്ച് മരണപ്പെടും. അല്ലാഹുവേ, ജന്നത്ത് മുത്തുനബിയുടെ റൗള ശരീഫിന്റെ ചാരത്ത് ഖബറടക്കപ്പെടും. ഇതൊക്കെ നമുക്ക് ചരിത്രം അറിയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ഇദ്രീസ് നബി എങ്ങനെ സ്വർഗത്തിൽ പോയെ? സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. എങ്ങനെ സ്വർഗത്തിൽ പോയി? എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വർഗത്തിൽ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു മനോഹരമായൊരു ചരിത്രമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി തോന്നും. അങ്ങനത്തെ ഒരു ചരിത്രം. ഇദ്രീസ് നബി എങ്ങനെയാണ് സ്വർഗത്തിൽ പോയത് എന്ന് ചോദിച്ചാൽ, ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്രായിൽ എന്ന് പറയുന്ന മലക്കും തമ്മിൽ വലിയ സൗഹാർദ്ദത്തില, കൂട്ടുകാരെ പോലെയാ. ഇടയ്ക്കിടയ്ക്കൊക്കെ അസ്രായിൽ ഇദ്രീസ് നബിയെ കാണാൻ വരും. അള്ളാഹു നമുക്കും കാണാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കും കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആരെ ആരെ പറ, ആരെ? അസ്രായിൽ എന്ന് പറയുന്ന മലക്കനെ നല്ലതുപോലെ കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറയൂല, എനിക്കറിയാം. പിന്നെ നീ പേടിച്ചെന്ന് പറഞ്ഞിട്ട് ഈ മലക്കന്നെ തിരിച്ചു പോകും ഇല്ലേ? നിങ്ങളൊക്കെ പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഈ മലക്ക് തിരിച്ചു പോകത്തൊന്നും ഇല്ലല്ലോ. നീ കാണും. ഇതേ കണ്ണ് വെച്ചിട്ട് ആ മലക്കുകളെ കാണും. അള്ളാഹു നല്ലതുപോലെ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറ, കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. കാണണോ? നാളെ കാണണോ? വേണോ മനുഷ്യന്മാരെ? വേണ്ട, ഇല്ലേ? മരിക്കുവോ? മരിക്കൂന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. മരിക്കൂന്ന് വിശ്വാസമുള്ളവർ. പിന്നെന്ത് നിനക്ക് അസ്രായിലിനെ കാണാൻ എത്ര പേടി? പിന്നെ എന്തുകൊണ്ട് മരിക്കുമെന്ന് നിനക്ക് ഉറപ്പാ? പിന്നെ എന്തുകൊണ്ട് അസ്രായിലിനെ കാണാൻ എത്ര പേടി? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോഴെങ്ങും മരിക്കത്തില്ല ഉസ്താദെ, ഈ ധാരണ അല്ലേ? സമയായില്ല. ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വിചാരിക്കുന്നത് മരണം അടുത്തിട്ടില്ല, ഇനി ഒരുപാട് കാലം ഞങ്ങൾ ജീവിച്ചിരിക്കുമെന്നുള്ള ഒരു ധാരണ. എന്നാ ആ ധാരണ വേണ്ടട്ടാ. ആ ധാരണ കൊണ്ടുനടക്കണ അത്ര നല്ലതല്ല. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാളുടെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. നിങ്ങളെയൊക്കെ പള്ളിക്കുഴി കൊണ്ടുപോയി കബറടക്കാൻ സമയമായോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടോ? ഇല്ലേ? താത്താമാരെ, നിന്നെയൊക്കെ കൊണ്ട് അടക്കണ്ടേ? ഒരാളുടെ മരണം അടുത്തോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള അടയാളം ഉണ്ടോ? ഞാൻ പറഞ്ഞു തരാം, ഉണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരാളുടെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ? എന്ന് കൈവക്കി. മരണത്തിന്റെ അടയാളം നിന്നെയൊക്കെ പള്ളിക്കുഴി കൊണ്ട് അടക്കാറായോ എന്ന് അറിയണ്ടേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. താത്താമാരെ, വേണോ? മരണത്തിന്റെ 3 അടയാളം ഞാൻ പറഞ്ഞു തരാം. ഈ അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ സമയം അടുത്തിട്ടുണ്ട്. വേണോ വേണ്ടേ? വേണോ എന്നുള്ളത് താത്താമാരൊക്കെ ഒന്ന് കൈവക്കിക്കേ.
പേടി പൊക്കൂല. അപ്പൊ നീയൊക്കെ ഇത് കേട്ടിട്ട് ഇനി വഴുത് കേട്ടാ മതി. ഈ 3 അടയാളം കേട്ടിട്ട് വഴുത് കേട്ടാ മതി. എങ്കിലേ ഇന്നത്തെ വഴുത് കൊണ്ട് പ്രയോജനം ഉണ്ടാവും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നേരെ ഇരുന്ന എല്ലാണോ? നേരെ ഇരുന്നോ? നാളെ ഇതേ സമയം കബറില്ല. ഇന്നും കൂടെ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ നേരെ ഇരുന്നോ. താത്താമാരൊക്കെ ഇരുന്നോ? ഇന്നും കൂടെ നിനക്ക് ചാൻസ് ഉള്ളൂ. ഈ പറയുന്ന 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നാളെ രാവിലെ പോയി വാങ്ങിച്ചോണം. എല്ലാ പെണ്ണുങ്ങളും ഇരിക്കണ ആണുങ്ങളോട് പറയുകയാ, സദസ്സിലിരിക്കുന്നവരോട് ഉൾപ്പെടെ ഈ പറയുന്ന അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ കടം വീട്ടണോ, യാത്ര പറയണോ, പൊരുത്തം ചോദിക്കണോ, പള്ളിക്കുടി പോയിട്ട് ഇരിക്കൂർ പള്ളി ഇല്ല, എവിടുത്തെ പള്ളി ഏതാപ്പ? ഇപ്പോഴ പള്ളിയിൽ കബർ നടക്കുന്നുണ്ടല്ലോ. നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു കബറും കൂടെ നാളെ രാവിലെ മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് പള്ളിക്കുഴിയിൽ ഒരു കുഴി എടുത്തിട്ടോ, നാളെ നിന്നെ കൊണ്ടുപോകുക. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. നേരെ ഇരിക്ക്. നിന്നെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു കഴിയുമ്പോ ഇരുത്തൊക്കെ അങ്ങ് മാറും. നേരെ ഇരുന്ന എല്ലാരും ഇത് ഗർഭിണി പെണ്ണുങ്ങൾ പ്രസവിക്കാതിരിക്കണവരല്ല. നേരെ ഇരിയല്ല. നിങ്ങൾ എങ്ങനെയാ ഈ തെങ്ങിന്റെ ഭാഗത്ത് നിൽക്കണ മക്കളെ വേണമെങ്കിൽ കയറിക്കോ. നാളെ പള്ളിക്കൂടിയില്ല. ഇന്നത്തെ കൂടെ കേൾക്കാൻ പറ്റത്തുള്ളൂ. കയറിയിരുന്നു. സംഘാടകർ ഉൾപ്പെടെ അവരിക്കണ എല്ലാ ചങ്ങാതിമാർക്ക് നിങ്ങൾ 3-4 പേര് ഇരിക്കറോ, എവിടെങ്കിലും കയറിയിരുന്നു. ആ കാക്കായ്ക്ക് ഒരു കസേരയിട്ട് കൊടുക്കുമ്പോ എല്ലാവരും പുറത്തേക്കണം. എല്ലാവരും ഒന്നി കയറി ഇരിക്കും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യും. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റെഡിയല്ലേ? റെഡിയല്ലേ? എഴുന്നേക്ക്. എഴുന്നേറ്റോ? എന്തായാലും നാളെ മുതൽ കബറി എഴുന്നേക്ക്. താത്താമാര് നിന്റെ മരണ അടയാളത്തിന്റെ താത്താമാര് മൊത്തം എഴുന്നേക്ക്. ബോധം കിട്ടുന്ന വീടരുത്, പിടിച്ചു നിന്നോണം കേട്ടോ. കസേരയിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോ. പ്രായമുള്ള ഉമ്മാടത്തൊക്കെ മരുമക്കളൊക്കെ പോയി നിന്നോളി. വീണ പിടിക്കണ്ടേ? പറ ഉസ്താദേ, ഈ തള്ളയ്ക്ക് പോകാൻ സമയമായോ എന്ന് നോക്കട്ടെ. തന്നെ മരുമക്കളൊക്കെ കേട്ടോ? ഇൻഷാല്ലാ എല്ലാരും കേട്ടോ. ഞാൻ പറഞ്ഞതല്ല, മുത്തി നബി പറഞ്ഞതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അസ്രായിൽ എന്ന് പറയുന്ന മലക്കൊരു പ്രവാചകന് പറഞ്ഞു കൊടുത്ത 3-ാമത്തെ അടയാളം, 1-ാമത്തെ അടയാളം. റെഡിയല്ലേ? നിങ്ങൾക്ക് എന്തൊരു സന്തോഷം ഇല്ലാത്ത? നേരത്തെ ഇനിയിപ്പോ ഈ പറയണ ഈ പൗരത്വ ബില്ലൊക്കെ പാസ്സായി, ഇതൊക്കെ വന്ന് സെൻസസ് ഒക്കെ എടുത്ത് രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോകാമല്ലോ, തറവാട്ടില്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തേ മനുഷ്യ ഒരു സന്തോഷം ഇല്ലാത്ത? ഒരു സന്തോഷം ഇല്ലാത്ത എന്താ? കേട്ട 1-ാമത്തെ അടയാളം, ബയാദു ശഅരിക ബഅദ സവാദിഹി. ഈ ഇരിക്കണ നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലോ താടിയിലോ കറുത്ത രോമങ്ങൾക്കിടയിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അടുത്തടാ മോനെ നിന്റെ സമയം. നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലോ താടിയിലോ കറുത്ത രോമങ്ങൾക്കിടയിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒടുക്കത്തെ പോക്കിന്റെ അടയാളവാ. ഒരുങ്ങിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1-ാമത്തെ